ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ. ഞാൻ നിജോ. ഞാൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ നമ്മളുടെ ടീം PBPL അവതരിപ്പിക്കുന്ന പബ്ജി റൂം മാച്ചിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്കേവർക്കും സ്വാഗതം. വെൽക്കമിങ് യു ഓൾ. നമ്മളുടെ സീസൺ 8 മാച്ച് 4 ആണ് ഇന്ന് നമ്മളുടെ മാപ്പ് വിക്കൻഡിയാണ്. നമ്മളുടെ ഇറാങ്കിൽ കഴിഞ്ഞു, മിറാമർ കഴിഞ്ഞു, അതുപോലെ തന്നെ ഇന്നലെ സാനോക്കും കഴിഞ്ഞു. അപ്പോൾ ഇന്ന് വിക്കൻഡിയാണ്. 8ാമത്തെ സീസണിലെ 4ാമത്തെ മാച്ചാണ്. അപ്പം നാളെ ഇറാങ്കിൽ ഒരു മാപ്പ് കൂടി കഴിഞ്ഞ ശേഷം നമ്മുടെ ഈ സീസണും അവസാനിക്കുകയാണ്. അപ്പം ഇപ്പോഴത്തെ പോയിന്റ് നില നോക്കുകയാണെങ്കിൽ Go46 ആണ് ടോപ്പിൽ നിൽക്കുന്നത്. പക്ഷെങ്കിൽ പോയിന്റ് ടേബിൾ ഇന്നത്തെ നാളത്തെ മാച്ചോടുകൂടി മാറി മറിയാം. അപ്പം നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി വന്നിരിക്കുകയാണ്. ഇന്നലെ ചില സാങ്കേതിക കാരണങ്ങളാൽ എത്താൻ പറ്റിയില്ല. പക്ഷേ നമ്മുടെ ജിയോ മച്ചാൻ വന്ന് അടിപൊളിയായിട്ട് സ്പെക്ക് ചെയ്തു. അപ്പോൾ ഇന്ന് നമുക്ക് ടീംസിനെ തന്നെ ആദ്യം ഒന്ന് പരിചയപ്പെടാം. സ്ലോട്ട് 2 ഡിയോക്സിസ്, 3 ദാവൂദ്, 4 സിൻ, 5 BSR Akatsuki, 6 Xout, 7 Tarwad, 8 Alco, 9 Black Fox, 10 Go46, 11 TL4, 12 NGT, 13 Kiroto, 14 Elite Team 2, 15 Ortons, 16 Cythropodos, 17 Hoonigan, 18 Blitz, 19 Kavalam Esports, 20 Dark Horse, 21 Elite Team 1, 22 Arena 51, 23 Ritnix, 24 Royal Demons, and finally 25 Godsend. അപ്പോൾ നമ്മുടെ സ്ലോട്ട് നമ്പർ 25 കളിക്കുന്ന ഗോഡ്സെൻഡിൻ്റെ ബ്ലിങ്ക് ആണ് ഇന്നത്തെ നമ്മുടെ റൂം കാർഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഇപ്പോൾ ഏകദേശം 79 പേരോളം ഇന്ന് എത്തിയിട്ടുണ്ട്. അതെ, Go46 സ്ലെയർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ടീംസൊക്കെ നോക്കുകയാണെങ്കിൽ ഡിയോക്സിസ് 4 പേര് എത്തിയിട്ടുണ്ട്, ദാവൂദ് എല്ലാവരും ഉണ്ട്, സിന്ന് 3 പേരുണ്ട്, നമ്മളുടെ BSR Akatsuki ആരും വന്നിട്ടില്ല, എക്സൗട്ട് ഫുള്ളുണ്ട്, തറവാട് ഫുള്ളുണ്ട്, ആൽക്കോ ആരും എത്തിയിട്ടില്ല, ബ്ലാക്ക് ഫോക്സ് 4 പേരും എത്തിയിട്ടുണ്ട്, Go46 3 പേര് എത്തിയിട്ടുണ്ട്, TL4 ഉണ്ട് എല്ലാവരും, NGT എല്ലാവരും ഉണ്ട്, കിരോട്ടോ എല്ലാവരും ഉണ്ട്, എലൈറ്റ് ടീം 2 14th അവരും എല്ലാവരും എത്തിയിട്ടുണ്ട്, 15th ഓർട്ടോൺസ് എല്ലാവരും ഉണ്ട്, 16ലാണോ എലൈറ്റ് ടീം 2 ഇരിക്കുന്നത്? കാരണം അവരുടെ എലൈറ്റ് ടീം 2 16ലാണ് ഇന്ന് കാണുന്നത്. അപ്പോൾ 14ൽ ഇന്ന് വേറെ ടീമാണോ അറിയില്ല. വാർബോട്ട് എന്ന പേരുമായിട്ടുള്ള ടീമാണ്, നമുക്കറിയില്ല, നോക്കാം. 17th നമ്മളുടെ ഹൂനിഗനാണ്, 18 ബ്ലിറ്റ്സ് 2 പേരെ വന്നിട്ടുള്ളൂ. നമ്മളുടെ എലൈറ്റ് ടീം 2ലും 3 പേരെ എത്തിയിട്ടുള്ളൂ. കാവാലവും അതുപോലെ തന്നെ ഡാർക്ക് ഹോഴ്സ്, എലൈറ്റ് ടീം 1, അരീന 51, റിട്നിക്സ്, ഗോഡ്സെൻഡ് എല്ലാവരും എത്തിയിട്ടുണ്ട്. റോയൽ ഡിമോൺസിലെ മാത്രം 3 പേര് വന്നിട്ടുള്ളൂ. 81 പേര് ഇതുവരെ എത്തിയിട്ടുണ്ട്. 8:49 നമ്മുടെ Go46 മിയാബായും വന്നിട്ടുണ്ട്. അപ്പോൾ Go46ഉം ഫുള്ളായിട്ടുണ്ട്. അങ്ങനെ ഇനിയും എനിക്ക് തോന്നുന്നു 1-2 പേരൊക്കെ വരാണ്. അത് നമ്മുടെ റോയൽ ഡിമോൺസിലെ ഓറിയാക്സും വന്നിട്ടുണ്ട്. അപ്പോൾ റോയൽ ഡിമോൺസും ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ 83 പേരായിട്ടുണ്ട്. മാച്ച് ഏത് നിമിഷവും സ്റ്റാർട്ട് ചെയ്യും ഗൈസ്. നമുക്ക് പെട്ടെന്നൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മളുടെ ഈ വീഡിയോ നമ്മൾ മാച്ചിന് ശേഷം ഏകദേശം 1 മണിക്കൂറിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാവരും ഫോളോ ചെയ്യുക, നമ്മളുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. അത് നമ്മുടെ എലൈറ്റിൽ ഒരു പ്ലെയറോട് വന്നിട്ടുണ്ട്, എലൈറ്റ് ജോക്കർ. 84 പേരായിട്ടുണ്ട്. നല്ലൊരു റെസ്പോൺസാണ്. ഇന്ന് 84 പേര് എത്തിയിട്ടുണ്ട്. മാപ്പ് വിക്കൻഡിയാണ്. ഓക്കെ, ആരും തന്നെ മാപ്പ് ഇല്ലാത്തതിൻ്റെ പേരിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. അതിനൊരു വളരെ നല്ലൊരു ന്യൂസാണ്. നമുക്കിന്ന് നല്ലൊരു ഫൈറ്റ് തന്നെ പ്രതീക്ഷിക്കാം. സൗണ്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. കമോൺ ഗൈസ്, ലെറ്റ്സ് ഗോ. ഇപ്പോൾ മാച്ച് ഏകദേശം ഇന്നത്തെ ഒരു ക്രൂഷ്യലാണ്. പല ടീംസിനും ഇന്നത്തെ ക്രൂഷ്യലാണ്. കാരണം ഇന്നത്തെ ഒരു മാച്ച്, സെക്കൻഡ് ലാസ്റ്റ് മാച്ച് എന്നൊക്കെ പറയുമ്പോൾ പോയിന്റ്സ് ടേബിൾ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ പല ടീംസിനും പറ്റും. കാരണം ഇന്നത്തെ നമ്മളുടെ മാപ്പ് എന്ന് പറയുന്നത് വിക്കൻഡിയാണ്. അപ്പോൾ എല്ലാവരും അത്ര കളിച്ച് പരിചയമുള്ള മാപ്പ് ആയിരിക്കില്ല. അപ്പോൾ നമ്മളിപ്പം ഡീഫോൾട്ടായിട്ട് സ്പെക്ക് ചെയ്യുന്ന ടീം ദാവൂദ് ഡാർക്കിനൈറ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു ഏരിയൽ വ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവരും ഓടിച്ചിട്ട് നടക്കുകയാണ്. ഇപ്പോൾ ഇതാണ് നമ്മളുടെ വിക്കൻഡിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. നമ്മൾ എല്ലാവരും വന്ന് ചേരുന്നൊരു സ്ഥലം ഇതാണ്. നമ്മൾ നോക്കുമ്പോൾ കുഴപ്പമില്ല, എല്ലാവരും ഉണ്ട്, എല്ലാ കളറും ഉണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം 20 സെക്കൻഡിനുള്ളിൽ തന്നെ മാച്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇന്ന് എവിടെയൊക്കെയാണ് ആദ്യം തന്നെ, കാരണം വിക്കൻഡി ഒരു വലിയ മാപ്പാണെന്ന് പറഞ്ഞാൽ പോലും 84 പേരെന്നൊക്കെ പറയുമ്പം വളരെ നല്ല ഒരു ആൾക്കാർ, ഒരു നമ്പർ തന്നെയാണ് 84. അപ്പം ആദ്യം തന്നെ കുറേ ഫൈറ്റ് വരാനുള്ളൊരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. കാരണം നമ്മുടെ മാപ്പ് നോക്കിയാൽ തന്നെ അറിയാം. അപ്പോൾ നമുക്ക് സ്പെക്കിലും കുറേ കാര്യങ്ങളൊക്കെ മാറ്റം വരുത്താനുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നമ്മളിപ്പം
കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളുടെ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയിരുന്നത്. നമ്മൾ സ്പെക്ക് മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ എന്തോ ഗ്ലിച്ചാണെന്ന് തോന്നുന്നു. കാരണം 3 ദാവൂദ് നമ്മൾ നോർമലി സ്പെക്ക് ചെയ്യുമ്പോൾ അവിടെ കാണുന്നു. അതെന്തോ ഗ്ലിച്ചാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് എന്തായാലും നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ 18 ബ്ലിറ്റ്സ് ആദ്യം തന്നെ ചാടുന്നൊരു കാഴ്ച. അറ്റ് ദ സെയിം ടൈം എക്സ് ഔട്ട് ചാടിയിട്ടുണ്ട്. 22 ഏരിയ 51 പോയിട്ടുണ്ട്. പിന്നെ 14 നമ്മുടെ എലൈറ്റ് ടീം 2 അല്ല, അതെന്തോ വാർബോട്ട് അങ്ങനെ എന്തോ ടീമാണ്. കാമാൽ അവരുടെ കൂടെ പോയിട്ടുണ്ട്. റിറ്റ്നിക്സും അവരുടെ കൂടെ തന്നെ പോയിരുന്നു. നമ്മൾ പിന്നെ നോക്കുവാണെങ്കിൽ ദാവൂദും പോകുന്നു അങ്ങോട്ട് റൈറ്റിലേക്ക് കോസ്മോഡ്രോമിൻ്റെ അതുവഴി. പിന്നെ കാവാലവും ബ്ലാക്ക് ഫോക്സും ഒന്നിച്ച് പോകുന്നു. അവിടെ നല്ലൊരു ഫൈറ്റ്. അവരുടെ കൂടെ തന്നെ എലൈറ്റ് പോകുന്നു. 22ഉം എക്സ് ഔട്ടും, അതായത് നമ്മുടെ ഏരിയ 51 എക്സ് ഔട്ട് ഒന്നിച്ച് പോകുന്ന ഒരു ഫൈറ്റ് അവിടുത്തെ ഒരു ചാൻസ്. പക്ഷേ കൂടുതൽ ആൾക്കാരും നമ്മുടെ മാപ്പിൻ്റെ റൈറ്റ് സൈഡിലേക്കും ഫ്ലൈറ്റ് വന്നതിന് ലെഫ്റ്റ് സൈഡിലേക്ക്, അതായത് കോസ്മോഡ്രോമി സൈഡിലേക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയിട്ടുള്ളത്. അത് 4 ടീമൊക്കെ പോകുന്നുണ്ട്. എലൈറ്റും ദാവൂദും റോയൽ ഡിമോൺസും ഹൂനിഗനും ഒക്കെ അങ്ങോട്ട് പോകുന്നു. കുറേ ടീമുകൾ ഇറങ്ങുന്നു അടുപ്പിച്ച്. 21 റിറ്റ്നിക്സിൽ ഒരാൾ 21 എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഡിയോക്സീസും NGTയും ഡാർക്ക് ഹോഴ്സും വാർബോട്ട് എന്ന് പറഞ്ഞ ടീമും ഒരുമിച്ച് ഇറങ്ങുന്നു. നമുക്കിപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് അറിയാത്ത അവസ്ഥ. ഇപ്പോൾ നമ്മൾ നോക്കുന്ന ടീം എന്ന് പറയുമ്പോൾ ദാവൂദാണ്. അവരുടെ അടുത്ത് തന്നെ 16 എലൈറ്റിൻ്റെ ഒരു ടീമാണ്. അത് അറ്റ് ദ സെയിം ടൈം റോയൽ ഡിമോൺസ് അവിടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. അവർ ലൂട്ട് ചെയ്യുകയാണ്. നമുക്ക് റിറ്റ്നിക്സിനെ അടിച്ചിരിക്കുന്നത്. ആ റിറ്റ്നിക്സിൽ ഒരു പ്ലെയർ മാത്രമുള്ളായിരുന്നു. നമ്മളവിടെ പറഞ്ഞിരുന്നു റിറ്റ്നിക്സിലെ ഒരു പ്ലെയർ മാത്രമാണ് ഉണ്ടായത്. നമ്മൾ റിറ്റ്നിക്സിലേക്ക് പെട്ടെന്നൊന്ന് പോയി എടുത്തു കഴിഞ്ഞാൽ റിറ്റ്നിക്സ് സോളാണ്. നേരത്തെ നമ്മൾ സ്പെക്കിൽ പറഞ്ഞു റിറ്റ്നിക്സിന് ഒരു പ്ലെയർ എങ്ങാണ്ട് മാറി ഇറങ്ങി. എന്താ പറ്റിയെന്നറിയില്ല. ചിലപ്പം എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ മിസ്കമ്മ്യൂണിക്കേഷനോ ആയിരിക്കും. മാറി ഇറങ്ങി ആ പ്ലെയറാണ് ഇന്ന് ആദ്യം തീർന്നത്. ആ പ്ലെയറിനെ കില്ലെടുത്തിരിക്കുന്ന എലൈറ്റിൻ്റെ പ്ലെയറാണ്. അപ്പം ഇവിടെ 23ഉം 21 ഉണ്ട് ഓൾറെഡി. നമ്മളുടെ എലൈറ്റിൻ്റെ ടീമും അത് സെയിം ടൈം റിറ്റ്നിക്സും ഉണ്ട്. റിറ്റ്നിക്സിന് ഒരു പ്ലെയർ തീർന്ന് നമ്മൾ കണ്ടു. KTM ടോം നമുക്കറിയാം, നല്ലൊരു പ്ലെയറാണ്. നല്ല അടി കിട്ടിയിട്ടുണ്ട്. ആദ്യം തന്നെ റിറ്റ്നിക്സ് ഈവിൾ മാറിയതേ അവിടെ കളിക്കുന്നു. റിറ്റ്നിക്സ് ഈവിളിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഈവിളിന് അടിയിട്ടുള്ള ചാൻസ്. ഈവിൾ നോക്കായിട്ടുണ്ട്. ഈവിളിൻ്റെ കില്ല് ഉറപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഹണ്ടർ ലോഡും അത് സെയിം ടൈം റിറ്റ്നിക്സ് ഇനിയും ഡാർക്ക് കൂടി മാത്രം. അതാ ഡാർക്കിനെയും തീർത്തിരിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് ബെക്കാടി നോക്കായെങ്കിൽ പോലും ഇന്ന് ആദ്യം വൈപ്പായ ടീമായിട്ട് റിറ്റ്നിക്സ് മാറിയിരിക്കുകയാണ്. 22 ടീമുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ റിറ്റ്നിക്സിനെ ആദ്യം വൈപ്പ് ചെയ്തു. അവരെ വൈപ്പ് ചെയ്തത് എലൈറ്റിൻ്റെ ടീം 1 ആണ്. അതായത് 21 സ്ലോട്ടിൽ കളിക്കുന്ന എലൈറ്റ് T1. അപ്പോൾ അവർക്ക് ബെക്കാടി 2 കില്ല്, ഹണ്ടറും ടോമും ഓരോ കില്ല് വീതം. അങ്ങനെ അത് റിറ്റ്നിക്സ് ഇന്ന് വൈപ്പായ ആദ്യ ടീമായിട്ട് മാറിയിരിക്കുന്നു. 21 ടീമുകൾ ബാക്കി. നമുക്ക് പക്ഷേ ഇവിടെ നിൽക്കാൻ സമയമില്ല. കാരണം ഇവിടെ വേറെ ടീമുകളൊന്നുമില്ല. വേറെ ടീമുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ചാകരയാണ്. ഇവിടെ ടീമുകൾ മാത്രമേ കാണുന്നുള്ളൂ. 16 എലൈറ്റിൻ്റെ ഒരു ടീമുണ്ട്, ഹൂനിഗനുണ്ട്, ദാവൂദുണ്ട്, റോയൽ ഡിമോൺസ് ഉണ്ട്, തൊട്ടുമപ്പുറത്ത് മാറി തറവാടും ഉണ്ട്. എല്ലാവരും. പക്ഷേ സോൺ ഇന്ന് വന്നിരിക്കുന്നത് മുകൾ ഭാഗത്തേക്കാണ്. അതായത് കോൾമൈൻ സഭാവം ഒക്കെ സെൻറ്ററായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കോൾമൈൻ, ഗൊറോക്ക, സഭാവ് ഇവിടെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും സോൺ അന്ന് അവസാനിക്കുന്നത്. അത് ഏകദേശം ടീംസിന് ഇന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പം നമ്മുടെ കാവാലവും ബ്ലാക്ക് ഫോക്സിലേക്കാണ് ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് പോകാനുള്ളത്. കാരണം 2 നല്ല ടീമുകൾ നോക്കി നിൽക്കുന്നു അടുത്തടുത്ത്. പിന്നെ അങ്ങോട്ട് പോകേണ്ടിയിരിക്കുന്നു. നമ്മളിപ്പം കാവാലം സ്പൈഡറിനെയാണ് കാണുന്നത്. അതേപോലെ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഒരു ഏരിയൽ വ്യൂ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. MRRR നമുക്കറിയാം, ആദ്യത്തെ മാച്ചൊക്കെ നമ്മൾ കണ്ടതാണ്. MRRR കുറച്ചും കൂടി മാറി ഇങ്ങോട്ട് നിൽപ്പുണ്ട്. കാവാലം ഈ ഒരു സൈഡിലായിട്ടും ബ്ലാക്ക് ഫോക്സ് കുറച്ചുകൂടി മാറി പുറകിലായിട്ടും നിൽക്കുന്നു. അതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു അവസ്ഥ. പക്ഷേ ഏത് നിമിഷവും ഇവിടെ ഒരു അടി നടക്കുന്നുള്ള കാര്യം സംശയമില്ല. കാരണം പക്ഷേ അവർ സോണിലാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം വരുന്നില്ല. പക്ഷേ ഇവർക്ക് എന്തായാലും കണ്ടേ പറ്റുള്ളൂ. അങ്ങനെ ബ്ലാക്ക് ഫോക്സും കാവാലവും അടുത്ത് നിൽക്കുന്നു. നമുക്ക് പക്ഷേ വേറെ ടീമിലേക്ക് പോയാൽ വരും. ഇവിടെ ഒരു ഫൈറ്റ് എടുക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫൈറ്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരാം. നമുക്കിപ്പോൾ എങ്ങോട്ടാണ് പെട്ടെന്ന് പോകാമെന്ന് വെച്ചാൽ നമുക്ക് മാർട്ടിൻ ജേക്കെ നമ്മളുടെ എലൈറ്റിൻ്റെ പ്ലെയറാണ്. 20 ഡാർക്ക് ഹോഴ്സാണ് അടിക്കുന്നത്. 20ഉം 12ഉം കൂടാണ്. അതായത് നമ്മുടെ NGTയും വാർബോട്ടും അറ്റ് സെയിം ടൈം 20 അടിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ഒന്നും മനസ്സിലാകുന്നു സത്യം പറഞ്ഞാൽ ഇന്ന് കാരണം പുതിയ കുറേ പ്ലെയേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. NGT ആണോ 20 ആരാ അടിച്ചതെന്നൊന്നും മനസ്സിലാകുന്നില്ല. കാരണം ഇന്ന് കുറേ പുതിയ പ്ലെയേഴ്സ് ഉണ്ട്. ബ്ലാക്ക് ഫോക്സും അവരും ഫൈറ്റ് എടുത്തിരിക്കുന്നു. നമ്പർ 9 ബ്ലാക്ക് ഫോക്സിലെ ചെല്ല ഡിയോക്സീസിനാണ് വേറൊരു ഫൈറ്റ് നടക്കുന്നത്. ഒന്നും മനസ്സിലാകുന്നില്ല. ഇന്ന് കുറേ പുതിയ പ്ലെയേഴ്സ് ഉള്ളതുകൊണ്ട്
16 എലൈറ്റും ഡിയോക്സീസും തമ്മിലൊരു ഫൈറ്റ് നടക്കുന്നു. അതാണ് പറഞ്ഞത്. 16 നമ്മളുടെ എലൈറ്റും ടീം 2 ആണ്. അവരും ഡിയോക്സീസും തമ്മിലൊരു ഫൈറ്റ് നടക്കുന്നു. ഇന്ന് കുറച്ച് സ്ലോട്ട് എന്തോ മാറ്റമുണ്ട്, ഞാൻ ശ്രദ്ധിച്ചില്ല, ചിലപ്പോൾ അതാവും. പക്ഷെ എന്നാലും നമ്മൾ മാക്സിമം വരുന്നുണ്ട്. ഇവിടുത്തെയാണ് നമ്മൾ കാണുന്നത് വെച്ചാൽ നമ്മൾ ബ്ലാക്ക് ഫോക്സ് കാവാലത്തിലേക്ക് പുഷ് ചെയ്യുന്നു. എലൈറ്റ് ഡിയോക്സീസിനെ അടിക്കുന്നത് അറ്റ് സെയിം ടൈം. കാവാലം ഹെക്ടറൊക്കെ നിൽക്കുന്നു. ആകാശിനെ തപ്പി ഹെക്ടർ നടക്കുന്നു. RR വന്നിട്ടുണ്ട്. RR നല്ല അടി കിട്ടുന്നുണ്ട്. ഒന്നും കാരണം RRും വിക്കും ഒക്കെ നിൽപ്പുണ്ട്. ഹെക്ടർ ലിൻഡോ വയനാടിനെ നൈസായിട്ട് അങ്ങ് തീർത്തിരിക്കുകയാണ്. സ്പൈഡറും സിഫറും ആകാശും ആണ് ഇപ്പോഴുള്ളത്. നമുക്ക് നല്ലൊരു ഏരിയൽ വ്യൂ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. RR ആകാശ് നിൽക്കുന്ന വീട്ടിലേക്കും വിക്ക് ലെഫ്റ്റിൽ കൂടെ ഫ്ലാങ്ക് ചെയ്യുന്നു. ഹെക്ടർ അറ്റ് ദ സെയിം ടൈം സെൻറ്ററിലെ ബിൽഡിങ്ങിൽ നിൽക്കുന്നു. ആകാശ് മുകളിലാണ് കേട്ടോ, ആകാശ് പെരപ്പുറത്താണ്. ആകാശ് സിഫറിനെ അടിച്ചു, ഹെക്ടറിനെ നോക്ക് ചെയ്തു. RR അപ്പോൾ കവർ ചെയ്യുന്നു, കാരണം ചെല്ല ഹെക്ടർ മോളിൽ കയറി അടിക്കുകയാണ്. ആകാശ് താഴെ വന്നിട്ടുണ്ട്. 2 പ്ലെയറെ നോക്ക് ചെയ്തു, പക്ഷേ ആകാശ് നോക്കായി. വിക്ക് വന്ന് ആകാശിനെ അടിച്ചു. ചെല്ല നോക്കാണ്. RR വിക്കും കൂടി ചേർന്നത് കാവാലം ആകാശിനെയും അടിച്ചിരിക്കുന്നത്. ഇനി കാവാലം സ്പൈഡറും കൂടി മാത്രം. സ്പൈഡറിന് ഇവിടെ എന്ത് ചെയ്യാനാവും എന്നാണ് നമുക്ക് ചോദ്യം. സ്പൈഡർ ഇവിടെ തന്നെയുണ്ട്. നമ്മൾ സ്പൈഡറിൻ്റെ അടുത്തേക്ക് വരികയും ഇവിടെ ഒളിച്ച് തന്നെ നിൽപ്പുണ്ട്. പക്ഷേ ആ ഒരു സമയം കൊണ്ട് അവരുടെ ഹെക്ടർ തീർന്നു. പക്ഷെ അവർ 3 പേര് 1 vs 3 ആവും ഇവിടെ ഫൈറ്റ്. സ്പൈഡറിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. RR ഫ്ലാങ്ക് ചെയ്യുന്നു. RRനെ അടിക്കാൻ വേണ്ടി പോകുന്നു. വൈപ്പായിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ 19, അപ്പം നമ്മളുടെ 18 ടീമായിരിക്കുകയാണ്. അറ്റ് സെയിം ടൈം ഡിയോക്സീസ് വൈപ്പായ ഒരു കാഴ്ച നമ്മൾ കാണുന്നു. ഡിയോക്സീസ് വൈപ്പായിട്ടുണ്ട്. അവരെ വൈപ്പ് ചെയ്ത് 16 കളിച്ച എലൈറ്റിൻ്റെ ടീം 2 ആണ്. എലൈറ്റ് ജോക്കർ 1 കില്ല്, മാർട്ടിൻ JK 2 കില്ല്, ടൈഗർ 1 കില്ല്. അങ്ങനെ അവിടെ 4 കില്ല് അവരെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്ന് വൈപ്പായ ടീംസിനെ കുറിച്ച് നമ്മൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ റിട്നിക്സ് നമ്മൾ കണ്ടു, കാവാലം കണ്ടു, വാർബോട്ട് എന്ന ടീം വൈപ്പായിട്ടുണ്ട്. ഡിയോക്സീസും ഇന്ന് നേരത്തെ വൈപ്പായിട്ടുണ്ട്. അവർ ടോപ്പിൽ നിന്ന ടീമാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ 21 എലൈറ്റ് ടീം, അവർ ആദ്യം തന്നെ റിട്നിക്സിനെ വൈപ്പ് ചെയ്ത് നമ്മൾ കണ്ടു. 20 നമ്മളുടെ ഡാർക്ക് ഹോഴ്സ് ആണ് ഇന്ന് നമ്മളുടെ വാർബോട്ട് എന്ന് പറഞ്ഞ് കളിച്ച ടീമിനെ വൈപ്പ് ചെയ്തിരിക്കുന്നത്. അയൺമാൻ 2 കില്ല്, ലിനോ ഷാജി 1 കില്ല്. അത് നമ്മൾ കണ്ടതാണ്, നമ്മൾ കണ്ടില്ല അത്, സോറി. അപ്പോൾ ഈ സമയത്ത് ഇവിടെ ഫൈറ്റ് നടക്കുമായിരുന്നു, ബ്ലാക്ക് ഫോക്സ് വേഴ്സസ്. നമ്മൾ അങ്ങോട്ടാണ് പോയത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ബാക്കി ടീംസിലേക്ക് ഒന്ന് പോകാൻ സമയമായി. 24ഉം 3ഉം ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. റോയൽ ഡിമോൺസും ദാവൂദുമാണ്. അവർ അടുത്തൊക്കെ തന്നെ തറവാട് നിൽപ്പുണ്ട്. വേറെ ടീമുകൾ എന്ന് പറയുമ്പം 16, 12ഉം 20 അവിടെ തന്നെ നിൽക്കുകയാണ്. വേറെ അടുത്ത് ടീമുകളൊന്നും കാണുന്നില്ല. TL4 മിസ്റ്റർ വിക്കിനൊക്കെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. എക്സൗട്ടൊക്കെ കുറച്ച് മാറിയാണ്. അവർക്ക് നൈസായിട്ട് ക്രിച്ചാസ് വഴി സോണിൽ കയറാം. AK47 ഗെയിമർ നമ്മുടെ Go 46 NGT എടുത്തിരിക്കുകയാണ്. NGT ഒരു ഫൈറ്റ് അവിടെ എടുത്തിരിക്കുകയാണ്. നമ്മൾ NGTയിലേക്ക് പോയി കഴിഞ്ഞാൽ NGT വെയിനാണ് അടിച്ചത്. മച്ചാൻ M24 കൊണ്ടാണ് നമ്മളുടെ ലിനോ ഷാജി, അതായത് 20 ഡാർക്ക് ഹോഴ്സിൽ ലിനോ ഷാജി അങ്ങ് അടിച്ചിരിക്കുന്നത്. മച്ചാൻ 8Xും M24 ഒക്കെ ഇട്ടാണ് അടിക്കുന്നത്. അപ്പോൾ അബ്രാ മുകേഷ് NGT ബോസിനെ അടിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയിരിക്കാൻ പറ്റത്തില്ല, കാരണം പല ഫൈറ്റ് നടക്കുന്നു. NGT ബോസ് നോക്കാണ്. അബ്രാ മുകേഷ് ആണ്. അയൺമാൻ നോക്കാണ്. ഫ്ലാങ്ക് ചെയ്യുന്നു അബ്രാ മുകേഷ്. ബോസിനെ റിവൈവ് ചെയ്യാൻ വേണ്ടി പോവാണ്. സയനൈഡ് ഇപ്പം തീരും. അബ്ര 2 പേരെയും കണ്ടിട്ടുണ്ട്. അബ്ര കണ്ടോന്നറിയില്ല. സ്മോക്ക് ഇട്ട് അവിടെ. അബ്രയ്ക്ക് അത് കറക്റ്റ് പൊസിഷൻ ആയിരുന്നു. പക്ഷേങ്കിൽ വില്യമും താഴെ നിൽപ്പുണ്ട്. സയനൈഡ് റിവൈവ് ചെയ്തിട്ട് പോയിട്ടുണ്ട് ബോസിനെ. NGT ഡാർക്ക് ഹോഴ്സ് വളയുന്നൊരു കാഴ്ച. അബ്ര ഇതുവഴിയൊക്കെ വരുന്നുണ്ട്. നല്ലൊരു വ്യൂ ആണ്, കാരണം വളയുന്ന കാണുന്നതിന് ഒരു രസമാണ്. ഇവിടെ വന്നിപ്പോൾ എത്രയും വ്യത്യാസമുണ്ട്. നല്ല അടി കിട്ടുന്നുണ്ട്. NGT ബോസിനെ അബ്ര നോക്കിയിരിക്കുന്നത് ഞാൻ ഇപ്പം കണ്ടതേ ഉള്ളൂ, കാരണം ഇവിടെ വന്ന് പൊസിഷൻ എടുത്തിരിക്കുകയാണ്. ബോസിനെ നോക്കി ചെയ്തു. ബോസിനെ വേണമെങ്കിൽ വില്യത്തിന് തീർക്കാവുന്നേ ഉള്ളൂ. പക്ഷേ വില്യം ബോയ്ക്ക് റിവൈവ് ചെയ്യാൻ വരുവാണ് അങ്ങോട്ട്. നല്ലൊരു വ്യൂ ആണ് ഇവിടെ കിട്ടുന്നത്, കാരണം നമുക്ക് കളി കറക്റ്റ്. അതാ വെയിൻ തലപൊക്കി. വെയിൻ അബ്രയാണ് അടിച്ചിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ സൈനൈഡ് നിൽപ്പുണ്ട്. ബോസിനെ റിവൈവ് ചെയ്യുകയാണ് ഇവിടെ ബോയ്ക്ക. അപ്പം ആ റിവൈവും കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെങ്കിൽ ഡാർക്ക് ഹോഴ്സിന് ഇങ്ങോട്ട് പുഷ് ചെയ്യാൻ കഴിയില്ല. അതാ ബോയ്ക്ക വില്യം ബാറ്റ്ലി അടിച്ചു. ഇനിയും എനിക്ക് തോന്നുന്നു അവിടെ അബ്രാ മുകേഷ് മാത്രം. അപ്പോൾ നമ്മൾ സൈനൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ കറക്റ്റ് വ്യൂ കിട്ടും. സൈനൈഡിൻ്റെ അടുത്താണ് അബ്രാ മുകേഷ്. 20 ഇനി അബ്രാ മുകേഷിന് മാത്രമേ ഉള്ളൂ. അബ്രാ മുകേഷോട് തീരുമ്പം നമ്മളുടെ 20 അങ്ങ് തീരും. ഡാർക്ക് ഹോഴ്സോട് തീരും. ഇപ്പോൾ ഏകദേശം വൈപ്പാനുള്ള ചാൻസാണ് കാണുന്നത്. 1 vs 4 ആണ്. ഇപ്പോഴത്തെ ഒന്ന് അടിച്ച് തീർന്നിരിക്കുകയാണ്. അപ്പോൾ 17 ടീം ബാക്കിയായി. അങ്ങനെ NGT ഇന്ന് ഡാർക്ക് ഹോഴ്സിനെയും കൂടി തീർത്തിരിക്കുകയാണ്. ഇപ്പോൾ NGT ലൈഫൊക്കെ എടുക്കുകയാണ്. അച്ഛന്മാരവിടെ നിൽക്കട്ടെ. നല്ല കളിയായിരുന്നു.
ഇവർ വീണ്ടും അടുത്തെത്തിയോ അല്ലേ? കുറച്ച് മാറിയാണ്. ദാവൂദും നമ്മളുടെ റോയൽ ഡിമോൺസും ആണ്. കാണാൻ ചാൻസ് ഉണ്ട്. തറവാട് ഇപ്പോഴും സോണിൻ്റെ അറ്റം പിടിച്ചാണ് കളിക്കുന്നത്. ബാക്കി ഗോ 46 എക്സൗട്ടോടെ കാണാനൊരു ചാൻസ് ഇപ്പോൾ തന്നെ കാണുന്നു. TL4ഉം അതുപോലെ തന്നെ 13 കളിക്കുന്ന കിരോട്ടോ അടുത്തൊക്കെ തന്നെയുണ്ട്. 4 കളിക്കുന്ന സിന്നും ഏകദേശം അടുത്തൊക്കെ തന്നെയുണ്ട്. നമുക്ക് പല ടീമുകളിലേക്കും പോകണം. പക്ഷേ എവിടെ ഒരു ഫൈറ്റ് നടക്കും നമുക്ക് ഇന്ന് പ്രവചിക്കാൻ പറ്റുന്നില്ല. കാരണം എല്ലാവരും താഴെ കൂടെ മുകളിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ. കാരണം എല്ലാവരും താഴെയാണ് ഇറങ്ങിയത്. ടോപ്പ് ബോയ് ഹൂനിയൻ ഒരു ഫൈറ്റ് എടുക്കുന്നു. ബ്ലിറ്റ്സുമായിട്ടാണ് ഹൂനിയൻ ഒരു ഫൈറ്റ് എടുക്കുന്നത്. നമ്മൾ ഹൂനിയൻ 17 ആണ്. ടോപ്പ് ബോയ് അവർ ബ്ലിറ്റ്സുമായിട്ടൊരു ഫൈറ്റ് എടുക്കുന്നു. ബ്ലിറ്റ്സ് ടോപ്പ് ബോയുടെ 2 പേര് നോക്കാണ്. ആസ്ട്രോ ബോയും ടോപ്പ് ബോയും മാത്രമേ ഉള്ളൂ ഇപ്പം. ബാക്കി 2 പേര് റിനു ഒക്കെ നോക്കാണ്. നല്ല ലൈഫ് ഓറാണ്, പക്ഷേ ലൈഫ് എടുത്തിരിക്കുകയാണ്. നമുക്ക് ഒരു ഏരിയൽ വ്യൂ പോയി കഴിഞ്ഞാൽ ഒരു കറക്റ്റ് അറിയാൻ പറ്റും. ടോപ്പ് ബോയ് നോക്കാക്കിയിരിക്കുകയാണ്. ടോപ്പ് ബോയ് അങ്ങനെ വൈപ്പാക്കിയിരിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ ടീം ബ്ലിറ്റ്സും ഇവിടെ വൈപ്പായിരിക്കുകയാണ്. അപ്പം ഹൂനിഗൻ അങ്ങനെ ഇന്ന് നല്ലൊരു കളി, അവർക്ക് 2 കില്ല് എടുക്കാൻ സാധിച്ചു. 2 പേരാണ് ബ്ലിറ്റ്സിൽ കളിച്ചത്. അതൊരു 2 vs 4 തന്നെയായിരുന്നു. പക്ഷേങ്കിൽ അവർക്ക് ഒരു ആധിപത്യം കിട്ടി. കുറേ പേര് നോക്കായാണ്, പക്ഷേ അവർ റിവൈവ് ചെയ്യും. അപ്പോൾ അങ്ങോട്ട് സെയിം ഷാടാണ്. നമ്മൾ തറവാട് അങ്ങോട്ട് പോകുന്നു, പക്ഷേ മൈൻഡ് പോലും ചെയ്യുന്നില്ല തറവാട്. അതവിടെ നിർത്തുമെന്നറിയില്ല. അവർ പോകുന്ന എലൈറ്റിന് അങ്ങോട്ടാണ്. തറവാട് നൈസായിട്ട് സോണി കയറുന്ന സമയത്താണ് ഹൂനിയനെ കാണുന്നത്. ഹൂനിയനെ വേണമെങ്കിൽ ഇനി സോണി കയറണം ഇതുവഴി. പക്ഷേ തറവാട് സോണി കയറിയിട്ടുണ്ട്. അവർ നേരെ ഇല്ലെന്ന് 21 അടുത്തേക്കാണോ അവർ മാറിപ്പോകുമെന്ന് അറിയത്തില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു സീൻ. നമ്മളിപ്പോൾ ഹൂനിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മറ്റ് ടീമുകളിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ, നമുക്ക് ദാവൂദിലേക്ക് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ സോണിലേക്ക് കയറാൻ വേണ്ടി ഓടുകയാണ്. അവരുടെ അടുത്ത് വേറെ ടീമുണ്ടായിരുന്നു, പക്ഷേങ്കിൽ ഇപ്പം അവരുടെ അടുത്ത് വേറെ ടീമുകളൊന്നും തന്നെ ഇല്ല. അവർ സോണിലേക്ക് കയറും. ഗോഡ്സൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുന്നൊരു സംശയമുണ്ട്, അതേ ഉള്ളൂ. 4 പേരാണ് കളിക്കുന്നത്. ഡാർക്ക് നൈറ്റ്, ചോട്ടു, ഡീകോഡ്, ഡെക്സ്റ്റർ. അതാണ് അവർ കയറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ടീമിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ സിന്നാണ് 4th കളിക്കുന്ന സിന്ന്. നമ്മുടെ എക്സെൻറ്റ് കിച്ച സിൻ, പ്രൊഫസർ അസറൽ, നമ്മുടെ ഭരത് എന്ന് പറയുന്ന ആൾ ഇന്നില്ലെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മളുടെ ബാക്കി 3 പേര് കളിക്കുന്നുണ്ട്. അവർ സേഫാണ്, സോണിലാണെന്ന് തോന്നുന്നു. കോൾമൈൻ്റെ അടുത്ത് തന്നെ സേഫായിട്ട് കിടപ്പുണ്ട്. അവരവിടെ കിടക്കട്ടെ. നമുക്ക് എക്സോഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ ഗോ 46 അടുത്ത് നമ്മൾ കണ്ടാണ്. പക്ഷേങ്കിൽ അവിടുന്ന് അവർ മാറിയോ അതോ ഗോ 46 മാറിയെന്ന് അറിയത്തില്ല. ഗോ 46 കുറച്ചുകൂടെ മേളിലേക്ക് മാറി. അവരുടെ അടുത്തേക്ക് ഓർട്ടോൺസ് വരുന്നൊരു കാഴ്ച. എക്സോഡിൻ്റെ അടുത്തേക്ക് ഒന്നുകൂടെ അടുത്തേക്ക് ഓർട്ടോൺസ് വരുന്നൊരു കാഴ്ച കാണുന്നത്. ഓക്കെ, നമുക്ക് വരട്ടെ. തറവാട് എങ്ങോട്ട് കയറി നമുക്ക് നോക്കാം. തറവാട് നമ്മൾ ഇപ്പോൾ ജസ്റ്റ് കണ്ടതേ ഉള്ളൂ. ഡ്രോപ്പിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് തറവാട്. പക്ഷേ അവിടെ എലൈറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് എന്താ അവസ്ഥ എന്നറിയില്ല. ഇവർക്ക് ഹൂനിയന് അടിയൊക്കെ കിട്ടിയാണ്. പക്ഷെ അവിടെ നിർത്താതെ പാഞ്ഞു വന്ന് തറവാട് എവിടെയോ കയറിയിട്ടുണ്ട്. സോണിൽ എവിടെയോ കയറിയിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് ഒരു പൊസിഷൻ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. സോണിൻ്റെ അകത്ത് എവിടെയോ അവർ കയറിയിട്ടുണ്ട്. നമ്മളിപ്പം തറവാടിയാണ് നോക്കുന്നത്. അവരുടെ അടുത്ത് വലിയ ചെയ്യുന്നില്ല, സേഫാണ്. ബ്ലാക്ക് ഫോക്സ് അതാ KTM ടോം NGT അടിക്കുന്നു. KTM ടോം എന്ന് പറയുന്നത് നമ്മൾ 21 നമ്മളുടെ എലൈറ്റിൻ്റെ ടീം ആണ്. നല്ല അടി കൊടുക്കുന്നു. NGT വേഴ്സസ് 21 vs 12. NGT വേഴ്സസ് നമ്മളുടെ എലൈറ്റിൻ്റെ ടീമാണ്. നമ്മളൊരു ടോപ്പ് വ്യൂ ആണ് നമ്മൾ എല്ലാ ഫൈറ്റിലും നമ്മളിപ്പോൾ നോക്കുന്നത്. കാരണം ഒരു 1 vs 1 ഫൈറ്റിലൊക്കെ നമുക്ക് മാക്സിമം കവർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്കറിയില്ല ഏത് പ്ലെയറാണ് അടിക്കുന്നതെന്ന്. ഒരു നൈസായിട്ടൊരു ഏരിയൽ വ്യൂ കിട്ടി കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഇത് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ കമൻറ്റ്സ് ഇടുമ്പോൾ ദയവായിട്ടൊന്ന് പറയുക. കാരണം ഏരിയൽ വ്യൂവിൽ നിങ്ങൾക്ക് മാക്സിമം കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ പ്ലെയർ വൈസ് സ്പെക്ക് ചെയ്യണമെന്നൊന്ന് പറയുക. കാരണം നമ്മൾ എല്ലാ ഫൈറ്റും കിട്ടാൻ വേണ്ടിയാണ് മാക്സിമം ഏരിയൽ എടുക്കുന്നത്. അപ്പം ഫൈറ്റ്സിൻ്റെ ചിലപ്പോൾ ഒരു സുഖം കുറയും, എന്നാലും പക്ഷേ നമുക്ക് മാക്സിമം എല്ലാം കവർ ചെയ്യണമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. കാരണം ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എല്ലാവരെയും കാണാം, എല്ലാവരുടെയും പൊസിഷനിങ് കൃത്യമായിട്ട് മനസ്സിലാക്കാം. കാരണം ചെല്ല TL4 ഫൈറ്റ് അടിച്ചത്, അതായത് ബ്ലാക്ക് ഫോക്സ് വേഴ്സസ് TL4 നമ്മൾ നേരത്തെ കണ്ടാണ്. അവർ അടുത്തായിരുന്നു. വിക്ക് TL4 ഏജ് അടിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ നല്ലൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം. കാരണം അവർ ബ്ലാക്ക് ഫോക്സ് ഒരു ടീമിനെ വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. 16 ടീംസാണ് ഇപ്പോൾ ഉള്ളത്. TL4 ഇനിയിപ്പോൾ ഉള്ളത് മെസ്സി, സ്പാർട്ടൻ, ഡാക്സ് ആണ്. എനിക്കൊന്നും ഒരു പ്ലെയർ നോക്കാണെന്ന് അറിയില്ല. മെസ്സി ഉണ്ട്, ഡാക്സ് ഉണ്ട്. അവരങ്ങോട്ടാണ് കയറി ചെല്ലുന്നത്. TL4 അവിടെ തന്നെ ഉണ്ട്. ചെല്ല നമുക്ക് എല്ലായിടത്തും ഒരു ഏരിയൽ വ്യൂ ആണ് ഒന്നും കൂടി ഒരു ഇതായിട്ട് കിട്ടുന്നത്. ഡാക്സിന് നല്ല അടി കിട്ടുന്നുണ്ട്, പക്ഷേ ജസ്റ്റ് രക്ഷപ്പെടുന്നു തോന്നുന്നു, അറിയില്ല. മെസ്സി ഉണ്ട്. ഡാക്സും മെസ്സിയും കൂടെ മാത്രമേ ഉള്ളൂന്ന് അറിയില്ല. നമ്മൾ ബ്ലാക്ക് ഫോക്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഓൾറെഡി ഹെക്ടർ നോക്കാണ്. ബാക്കി 3 പേരും കളിക്കുന്നു. അപ്പോൾ ഇന്ന് വേറൊരു റിസൾട്ട്, ഇന്നൊരു പുതിയൊരു ചാമ്പ്യനെ നമുക്ക് പ്രതീക്ഷിക്കുക ഇവിടെ. അങ്ങനെ തന്നെയാണ് എല്ലാ ദിവസവും നമ്മൾ പ്രതീക്ഷിച്ച് സ്പെക്ക് ചെയ്യുന്നത്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട്. NGT അവിടെ ഒരു അടി എടുത്തിരിക്കുകയാണ്. NGT സൈനൈഡ് ഒരു അടി എടുത്തിരിക്കുകയാണ് അവിടെ. NGT ബോസിന് നഷ്ടമായി. ബോസിനെ കില്ലെടുത്തു. സൈനൈഡ് നോക്കാണ്. NGT ഗോഡ്സെൻറ്റ് വേഴ്സസ് റോയൽ ഡിമോൺസ് നല്ലൊരു ഫൈറ്റ് അറ്റ് ദ സെയിം ടൈം. ഗൈസ് ഒരു നല്ല ഫൈറ്റ് എടുക്കുന്നു. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത് അറിയത്തില്ല. ഇവിടെ ഒരു ടീം കൂടി തീർന്നു. അതായത് NGT വൈപ്പായിട്ടുണ്ട്. NGT 15ാമത് വൈപ്പായിട്ടുണ്ട്. 14 നമുക്ക് പെട്ടെന്ന് പോകാനുള്ളത്
ഗോഡ്സൺ ആണ് 25 ഗോഡ്സണിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ ലൈറ്റിംഗ് 2 കില്ലൊക്കെ എടുത്തിരിക്കുന്നു. റോയൽ ഡിമോൺസിനെ വൈപ്പ് ചെയ്ത കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. സോറി കേസ് നമുക്കിത് കാണാൻ പറ്റിയില്ല. അറ്റ് ദ സെയിം ടൈം 2 ഫൈറ്റ്സ് റോയൽ ഡിമോൺസ് വൈപ്പായ കാഴ്ച. ചെല്ല അതാ മെസ്സി അടിച്ചിരിക്കുകയാണ്. അതായത് ബ്ലാക്ക് ഫോക്സ് TL4 ബാക്കിയുള്ള ആൾക്കാർ അടിക്കുന്നു. നല്ലൊരു ഫൈറ്റ്. 14 ടീമുകൾ ബാക്കി. ഇവരുടെ അടുത്ത് തന്നെ ദാവൂദും ഉണ്ട്. നമ്മൾ പക്ഷേ അവരെ നോക്കി കഴിയുമ്പം കുറച്ചും കൂടി മാറിയാണ്. സോറി, നമുക്ക് ഗോഡ്സണിൻ്റെ അടുത്ത് തന്നെ ദാവൂദ് ഉണ്ട് താഴെ, പക്ഷേ അവർ കുറച്ചുകൂടെ മാറിയാണ്. നമുക്ക് ബ്ലാക്ക് ഫോക്സിലേക്ക് ഒന്ന് പോയി കഴിയുമ്പോൾ അവരാണ് ഇപ്പം പ്രസൻറ്റ് അടിക്കുന്നത്. ചെല്ല 3 കില്ലുമായിട്ട് നല്ല കളി കളിക്കുന്നു. ഇതുവരെയുള്ള ഏറ്റവും കൂടുതൽ കില്ല് ചെല്ലാണെന്ന് തോന്നുന്നു. വേറെ ആരെയും ഞാൻ കണ്ടില്ല. ബാക്കി എല്ലാവരും 2 കില്ലാണ്. അതായത് എലൈറ്റിൻ്റെ ടീമാണ് നല്ല കളി. എല്ലാവരും 2 കില്ല്, നല്ലൊരു ടീം വർക്കെന്ന് തന്നെ ഞാൻ പറയും. എല്ലാവരും 2 കില്ലെടുത്ത്. ഗോഡ്സൻ്റെ അതേപോലെ തന്നെ. പക്ഷേ എലൈറ്റ് എല്ലാവരും 2 കില്ലെടുത്ത് എല്ലാവരും നല്ല രീതിയിൽ തന്നെ കളിക്കുന്നു. അവർ കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് നമ്മളുടെ ഇറാങ്കിൽ ചിക്കൻ ഡിന്നർ അടിച്ച ആ ഒരു കളി ഇന്ന് അവർക്ക് കളിക്കാൻ പറ്റിയാൽ അവർക്ക് ഇന്നിവിടെ ചിക്കൻ ഡിന്നർ കൊണ്ടുപോകാം. നമ്മളുടെ ബ്ലാക്ക് ബോക്സ് ഓടി സോണി കയറുന്നു. നമുക്ക് ഇനിയിപ്പോൾ ഉള്ളൊരു ടീം എന്ന് പറഞ്ഞാൽ Go46 ആണ്. അവരിലേക്ക് നമ്മൾ ഇന്ന് പോയില്ല. അവരുടെ അവസ്ഥ എന്താ നോക്കട്ടെ. അവർ ഇന്നലെ നല്ല രീതിയിൽ കളിച്ച് ഇന്നലെ ചിക്കൻ ഡിന്നർ അടിച്ച ടീമാണ്. ഇന്നലെ ഞാൻ സ്പെക്കിനില്ലായിരുന്നു, പക്ഷേ അവർ ഇന്നലെ ചിക്കൻ ഡിന്നറൊക്കെ അടിച്ചു. പക്ഷേ നമുക്ക് നോക്കാം ഇപ്പോൾ അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്തങ്ങ് ഓർട്ടോൺസിനെ വളഞ്ഞിരിക്കുകയാണ് Go46. മിയാബായ് ജാക്സ്മാറിനെ അടിച്ചിരിക്കുകയാണ്. ആദ്യം തന്നെ സ്ലെയർ പ്രവീനെ അടിച്ചു. നിബൂസിനെ അടിക്കുന്നു ഇല്യാസ്. സ്ലെയർ നിബൂസിനെ അടിച്ചു. ഓർട്ടോൺസിനെ വൈപ്പ് ചെയ്യുന്ന കാഴ്ച. ഫ്ലോക്കിങ് കൂടി മാത്രം ഇവിടെ വൈപ്പ് ചെയ്തിരിക്കുന്നത്. സിമ്പിളായിട്ട് 4 കില്ലും എടുത്തിരിക്കുകയാണ് Go46. ഓർട്ടോൺസിനെ സിമ്പിളായിട്ട് ഇന്ന് വൈപ്പ് ചെയ്തു. 12 ടീമുകൾ മാത്രമേ ഇനി ബാക്കി. ഗൈസ്, ഇവിടെ നല്ലൊരു കളി നടക്കുന്നത്. കാരണം Go46 വേഴ്സസ് ഓർട്ടോൺസ് ആണ്. കാരണം Go46 ആരും നോക്ക് പോലും ആയില്ല, പക്ഷേ അവർക്ക് നല്ല രീതിയിൽ തന്നെ ഓർട്ടോൺസിനെ വൈപ്പ് ചെയ്യാൻ സാധിച്ചു. 4 പേരും തന്നെ ഉണ്ട്. കില്ല് നോക്കുവാണെങ്കിൽ സ്ലെയർ 2 കില്ല്, മിയാബായ് 2 കില്ല്, ബാക്കി 2 പേരും നല്ല സപ്പോർട്ടാണ് കൊടുത്തത്. നമുക്ക് കിരോട്ടോയിലൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ അരവിന്ദ് ബി ഫോക്സ് കളിക്കുന്ന ടീമാണ്. അരവിന്ദ് ബി ഫോക്സും പിറ്റ്ബുൾ, ഡെമിഗോഡ്, MR സൂം, അവർ 4 പേരും ഇപ്പോഴത്തെ ഒരു പൊസിഷൻ വെച്ചിട്ട് 13 ആണ് അവർ. അവരുടെ അറ്റ് പ്രസൻറ്റ് സേഫ് ആണെന്ന് തോന്നുന്നു. അവരുടെ അടുത്ത് വേറെ ടീമുകളൊന്നും തന്നെ ഇല്ല. ഇപ്പോൾ 16 കളിക്കുന്ന എലൈറ്റിൻ്റെ ടീം 2 മാത്രമാണ് സോൺ ഔട്ട് ഏകദേശം ഔട്ടിലുള്ളത്. ബാക്കി എല്ലാവരും 21ഉം അതുപോലെ തന്നെ 16 2 സൈഡിൽ നിന്നാണ് ആൾക്കാർ വരുന്നത്. ഒന്നും മനസ്സിലാകുന്നില്ല. ഓക്കെ, എല്ലാവരും അരവിന്ദ് ബി ഫോക്സ് ഒക്കെ നമ്മളുടെ ഡ്രോപ്പിനടുത്ത് തന്നെ ഉണ്ട് അവരുടെ പൊസിഷൻ. അവരുടെ അടുത്ത് തന്നെ സിന്നും ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടാണ് സിന്നു അവിടെ കിടക്കുമായിരുന്നു. അവരവിടെ നിന്ന് മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. നമുക്ക് ജസ്റ്റ് ബാക്കിയുള്ള ടീമിലേക്ക് ഒന്ന് പോകുമ്പോൾ എലൈറ്റിൻ്റെ ടീമാണ് നമ്മൾ കണ്ടു. ഹൂനിയും കണ്ടു. മറ്റേ എലൈറ്റിൻ്റെ ഇവരെ നമ്മൾ കണ്ടതാണ്. നമ്മൾ അമൽ ജോബി വിന്നി, നമ്മുടെ ഏരിയ 51 ആണ്. നമ്മുടെ വിന്നിയുടെ ടീമാണ്, വിന്നി വെച്ചാൻ്റെ ടീമാണ്. നമുക്ക് അങ്ങോട്ടൊന്ന് പോകേണ്ടതുണ്ട്. ഞാൻ ഒരു 2 മിനിറ്റ് റെസ്റ്റ് എടുക്കട്ടെ. കാരണം തൊണ്ടയ്ക്ക് വീണ്ടും ഒരു വയ്യായ്മയുണ്ട്. അപ്പോൾ നമുക്ക് Go46 എലൈറ്റുമായിട്ട് ഫൈറ്റ്. നമ്മൾ പെട്ടെന്ന് പോകണം. Go46 എലൈറ്റുമായിട്ട് ഫൈറ്റ് എടുത്തിരിക്കുന്നു. ഇല്യാസ് പെട്ടെന്നാണ് അവിടെ ഫൈറ്റ് ചെയ്തത്. അതായത് 16 Go46ൻ്റെ എല്ലാവരും ഉണ്ട് നിർത്തില്ല. എലൈറ്റിൻ്റെ ടീം 2നെയാണ് അവിടെ തീർത്തിട്ടുള്ളത്. ഇനി ഇവിടെ വീണ്ടും പ്ലേയേഴ്സ് ഉണ്ടോയെന്ന് അറിയത്തില്ല. കാരണം ടീം 2 എല്ലാവരും തീർന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട്. 16 ആണ് എലൈറ്റ് ടൈഗർ മാത്രം ബാക്കി. പക്ഷേ എലൈറ്റ് ടൈഗർ ബെസ്റ്റ്. എലൈറ്റ് ടൈഗർ ഇവരുടെ കൂടെ അല്ലായിരുന്നു, സെപ്പറേറ്റ് ആയിരുന്നു. എലൈറ്റ് ടൈഗർ ഇവരുടെ കൂടെ ഇല്ല. ഇനി ടൈഗർ മാത്രമുള്ള ആ ടീമിലെ. അതുകൊണ്ട് ആ ടീം വൈപ്പായിട്ടില്ല അവർ. പക്ഷേ ബ്ലാക്ക് ഫോക്സിൻ്റെ അടുത്ത് തന്നെയുണ്ട് എലൈറ്റ് ടൈഗർ. പക്ഷേ ഈ വണ്ടിയൊന്നും അങ്ങോട്ട് കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതവിടെ നിർത്തിയതാണെന്ന് മനസ്സിലാകും. ഈ വണ്ടിയൊക്കെ ഇങ്ങോട്ട് കയറുമോ? അത് ഡാവൂദ് ഡീഗോഡിനെ അടിക്കുന്നു. ഡെമിഗോഡ്, ഡാവൂദ് ഡീഗോഡ് നോക്കായിട്ടുണ്ട്. ഡെമിഗോഡ് ഡാർക്ക് നൈറ്റിനെ MR സൂം അടിച്ചിരിക്കുന്നു. 13 ആണ് MR സൂം. ഡാർക്ക് നൈറ്റിൻ്റെ കില്ലെടുത്തിരിക്കുകയാണ് MR സൂം. ദാവൂദിലേക്ക് പോവുകയാണെങ്കിൽ ഡെക്സ്റ്റർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ദാവൂദ് വൈപ്പായിട്ടുണ്ട്. സ്ലോട്ട് 3 കളിച്ച ദാവൂദ് 12ാമതാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. അവർക്ക് കില്ലുകളൊന്നും തന്നെ ഇല്ല. അപ്പം ഇല്ല, ദാവൂദിന് കില്ലുകളൊന്നും തന്നെ ഇല്ല. അവർ 12ാമത് എത്തി. അപ്പം ബാക്കിയുള്ള ടീംസിലേക്ക് നോക്കുവാണെങ്കിൽ സിന്നുണ്ട്, എക്സൗട്ട് ഉണ്ട്, തറവാടുണ്ട്, ബ്ലാക്ക് ഫോക്സ് ഉണ്ട്, Go46 ഉണ്ട്. Go46 ഇന്നും നല്ല കളി കളിക്കുന്നു. ബ്ലാക്ക് ഫോക്സ് അറ്റ് ദ സെയിം ടൈം. ഇവർ ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഫൈറ്റിനെ കാണാം. നമുക്ക് അപ്പോഴത്തേക്ക് നമുക്ക് എനർജിയൊക്കെ കുറച്ച് സേവ് ചെയ്ത് വെക്കാം. കാരണം ബ്ലാക്ക് ഫോക്സും Go46 തമ്മിൽ ലാസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ അതൊരു നല്ല ഫൈറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ കിറോട്ടോ ഉണ്ട് കേട്ടോ. കിറോട്ടോ അറ്റ് ദ സെയിം ടൈം അവരും നല്ല രീതിയിൽ കളിക്കുന്നു. എലൈറ്റിന് ഹൂനിയൻ ഉണ്ട്. അതുപോലെ തന്നെ എലൈറ്റിൻ്റെ ടീം 1 അവരും ഇന്നൊരു അവർക്കൊരു ചാൻസ് ഉണ്ട്. നൈസായിട്ട് നമ്മുടെ വിന്നിയുടെ ഏരിയ 50 കളിക്കുന്നു. ഒരു ടീമിനെ വൈപ്പ് ചെയ്തിട്ട് നമ്മളുടെ ഗോഡ്സെൻറ്റും കളിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് 11 ടീമുകളുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ എലൈറ്റിൻ്റെ ടീം 2ൽ ഒരു പ്ലെയർ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ടീമിലും അത്യാവശ്യം ആൾക്കാരുണ്ട്. 2-3 പേര് വെച്ച് മിനിമം ഉണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ ഇവിടുത്തെ ഒരു അപ്ഡേറ്റ്സ്.
നമുക്കൊരു കുറച്ച് ഏരിയൽ വ്യൂ ഒക്കെ ഒന്ന് കാണാം, എന്താ അവസ്ഥ എന്നൊക്കെ നോക്കാം. സമയമെടുക്കും, ഇനിയുള്ള ടീമുകളൊക്കെ കുറച്ചും കൂടി ദൂരെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ തോന്നുന്നത് കുറച്ചുകൂടി ദൂരെയാണ്. അടുത്തുള്ള ടീമുകളിലൊക്കെ ഫൈറ്റൊക്കെ കഴിഞ്ഞു. ഓഹോ, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോഡ്സെൻ്റ് മാറിയാണ്, സിന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് മാറിയാണ്, ബാക്കി ടീമിനൊന്നും കാണുന്നില്ല. നടുക്കായിട്ട് നമ്മുടെ കിരോട്ടോ നിപ്പുണ്ട്, നല്ലൊരു വ്യൂ തന്നെയാണ്. ഇനി അപ്പുറ സൈഡിലേക്ക് പോകണം. സോണൊക്കെ വരുന്നു, നമുക്ക് ഏതായാലും വ്യൂ ഒക്കെ ഒന്ന് മാറ്റാൻ. നമുക്ക് സിന്നിലേക്കാണ് ഇപ്പോൾ സ്പെക്ക് ചെയ്യുന്നത്. മാപ്പ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലായി ഇവിടെ ഒരു അടിയുള്ളത്. നമ്മുടെ ചെല്ലൊക്കെ ഡ്രോപ്പ് എടുക്കാൻ വേണ്ടി നമ്മുടെ സോൺ ഔട്ട് പോയിരിക്കുകയാണ്. എക്സ് ഔട്ടും എലൈറ്റിൻ്റെ MRRR അടിക്കാനുള്ളൊരു ചാൻസ് ഞാനിവിടെ കാണുന്നുണ്ട്. MRRR എലൈറ്റിൻ്റെ ടൈഗറിനെ അടിക്കാനുള്ളൊരു ചാൻസ് ഞാൻ കാണുന്നു. MRRR എലൈറ്റിൻ്റെ ആ ഒരു പ്ലെയറിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്നൊരു സംശയം, അതുകൊണ്ടാണ് നോക്കി നിൽക്കുന്നത്. അതെ, സ്പോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, സ്പോട്ട് ചെയ്തിട്ടുണ്ട്. വലിയ വണ്ടിയൊക്കെ ആയിട്ട് വന്നതാണ്, പക്ഷെ സ്പോട്ടായിട്ടുണ്ട്. അതും RRനാണ് സ്പോട്ട് ചെയ്തിട്ടുള്ളത്. എന്ത് സംഭവിക്കാം, മച്ചാൻ അതിനകത്താണ്, മേളിലാണെന്ന് തോന്നുന്നു. RR സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരോട് വരാൻ വെയിറ്റ് ചെയ്യുകയാണെന്ന് സംശയം. പക്ഷേ അവരുടെ കൂടെ തന്നെ എക്സ് ഔട്ടും ഉണ്ട് ഇവിടെ. അതാണൊരു 9 ഇപ്പുറത്തോട്ട് വരുന്നു, എക്സ് ഔട്ട് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. എന്ത് സംഭവിക്കാം, RR റഷ് ചെയ്യുമോ എന്നൊരു സംശയം. നല്ല അടിപൊളി, അതാ തീർത്തിരിക്കുകയാണ്. നൈസായിട്ട് ആ ഫ്ലെയിം ഇട്ട് അങ്ങ് ആ കില്ലെടുത്തിരിക്കുന്നത്. അങ്ങനെ ആ കില്ലോടുകൂടി, ഒറ്റ കില്ലോടുകൂടി ഒരു ടീം അങ്ങ് വൈപ്പായിട്ടുണ്ട്. അപ്പോൾ 11ാമത് തീർന്ന എലൈറ്റിൻ്റെ ടീം 2 ആണ്. 10 ടീമുകൾ, ദ ടോപ്പ് 10 ടീംസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്നത് 9ലെയാണ്. അവരുടെ തൊട്ട് പുറകെ എക്സ് ഔട്ട് ഉണ്ട്. എലൈറ്റ് സ്പൈഡർ ഐ ആം നോപ്കിൻ തറവാടിനെ അടിക്കുന്ന സീനാണ് കാണുന്നത്. ഐ ആം നോപ്കിൻ തറവാടിലെ പ്ലെയറാണ്, നോക്കാണ്. ഇനി വിങ് ജോപ്പനും ഷാഡോയും വ്ളാഡിമിറും ഉണ്ട്. ഓ, നമ്മൾ ഷാഡോ എന്ന് ഇതൊക്കെ ഇട്ടാണ് കേട്ടോ. നോക്ക് എടുക്കുക, ഷാഡോ നോക്ക് എടുത്തിരിക്കുകയാണ്. ഷാഡോ കില്ലെടുക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നു, പക്ഷേ ഷാഡോക്ക് നല്ല അടി കിട്ടുന്നു. കവർ എടുത്തിട്ടുണ്ട്. ഷാഡോയെ കൊല്ലാൻ വേണ്ടി ഷാഡോ ഇന്ന് നല്ലൊരു കളി, ഷാഡോ ഇന്ന് നല്ല രീതിയിൽ കളിക്കുന്ന. ആ സ്പൈഡറിനെ കില്ല് ഷാഡോ ഇന്ന് അങ്ങ് എടുക്കുന്നു. ഇനി ജോപ്പനും ഉണ്ട്, പക്ഷെ റിവൈവ് ചെയ്യാൻ വേണ്ടി ഷാഡോ സമ്മതിക്കുന്നില്ല. ഗ്രോസയാണ് ഒരു ഡ്രോപ്പൊക്കെ എടുത്തിട്ടുണ്ട്. അത് വൈപ്പ് ചെയ്തിട്ടുണ്ട്. തറവാട് ഇന്ന് വളരെ നല്ല കളി, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ലപോലെ. പക്ഷേ ഇല്ല, വൈപ്പായിട്ടില്ല, സോറി. എലൈറ്റിന് 2 പ്ലേയേഴ്സുണ്ട്. സോറി ഗൈസ്, എനിക്കത് മാറിപ്പോയതാണ്. ഹണ്ടറും ബക്കാഡിയും ബാക്കിലേക്ക് വലിഞ്ഞിരിക്കുകയാണ്. തറവാട് വളരെ നല്ല രീതിയിൽ KTM നമ്മളെ ടോമിൻ്റെ ഒക്കെ കില്ലെടുത്തിരിക്കുകയാണ്. ബക്കാഡിയെ റിവൈവ് ചെയ്യാണ്. ഇവർ മാറി നിൽക്കുകയാണ്. ഇവിടെ നമ്മളുടെ ഷാഡോയും ജോപ്പാണ് ഇവിടെ ഉള്ളത്. ബക്കാഡി ഹണ്ടർ ഇവിടെ നിൽക്കുന്നു. ഗോഡ്സെൻറ്റും ഹൂനിയനും അടിക്കുന്നു. പക്ഷെ ഇവിടെ നല്ലൊരു ഫൈറ്റ് അടക്കും. ഹൂനിയനിലെ ഒരു പ്ലെയറിനെ ഗോഡ്സെൻ തീർത്തിരിക്കുകയാണ്. ഗോഡ്സെൻ ലോജിക്സിനെ അടിച്ചിരിക്കുകയാണ്. പക്ഷേ ലൈറ്റ്നിങ് ആസ്ട്രോനെ അടിച്ചിട്ടുണ്ട്. ജോപ്പനെ അടിച്ചു. ഷാഡോ ബക്കാഡിയെ നോക്ക് ചെയ്തു. ഷാഡോ വേഴ്സസ് ഹണ്ടർ. തറവാടിനെ വൈപ്പ് ചെയ്തിരിക്കുകയാണ് എലൈറ്റ്. പക്ഷേ നമ്മൾ പറഞ്ഞ വൈപ്പായിട്ടില്ലായിരുന്നു. ബക്കാഡി ഇപ്പോൾ റിവൈവ് ചെയ്യും. നമുക്ക് അറ്റ് സെയിം ടൈം ഹൂനിയനിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ റിനു നോക്കാണ്, ആസ്ട്രോ നോക്കാണ്. ആസ്ട്രോ ബോയ് മാത്രം. ഗോഡ്സെൻ്റെ ബ്ലിങ്കിനെ കില്ല് ചെയ്യാൻ പോയപ്പം തറവാടിനെ കോഡി ബാങ്ക്സ്, നമുക്ക് എന്നും അറിയാം കോഡി ബാങ്ക്സ് കുറച്ചുകൂടി ബാക്കിലേക്ക് വലിഞ്ഞ് കളിക്കുന്ന ഒരു പ്ലെയറാണ്. ബാക്കിൽ നിന്ന് അടിച്ചു. നമ്മളിപ്പം കാണുന്നത് 21ലെ ബക്കാഡി റിവൈവ് ചെയ്യുന്ന കാഴ്ചയാണ്. ഗൈസ് 8 ടീംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൻ ടീംസൊക്കെ വന്നിട്ടുണ്ട്. GoFortix സ്ലെയർ അടിക്കുന്നു. എക്സ് ഔട്ട് വേഴ്സസ് GoFortix ഒരു ഫൈറ്റ്. നൈസായിട്ട് നിന്ന് കൊടുക്കുന്നു എക്സ് ഔട്ട്. എക്സ് ഔട്ടിനെ വൈപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ്. 7 ടീംസ്. കിരോട്ടോ ഇവരുടെ അടുത്തെങ്ങാനുണ്ട്. GoFortix ഇന്ന് മൊത്തം 11 കില്ലുമായിട്ട് ഇന്ന് ഒരു OP കളി. ഗോഡ്സെൻ്റെ ബ്ലിങ്ക് പ്ലേ സോണിൽ തീർന്നിരിക്കുകയാണ്. അപ്പം 7 ടീംസും 24 പേരും. 10ൻ്റെ അടുത്ത് തന്നെ 13 ഉണ്ട്. നമ്മുടെ കിരോട്ടോ ആണ്, അരവിന്ദ് ബിഫോക്സിൻ്റെ ടീമാണ്. പക്ഷെങ്കിൽ ഒന്നും പറയില്ല, GoFortix വീണ്ടും ഒരു OP കളി കളിച്ച് മുന്നേറുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഗോഡ്സെൻ്റെ ബ്ലിങ്ക് പ്ലേ സോണിൽ തീർന്നു. ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മളെ വിക്ക് അടിക്കുന്നു. നമ്മളുടെ വിക്ക് നോക്കാണ്. നമ്മളെ സിൻ വേഴ്സസ് വിക്ക് ഒരു മാച്ച്. സിൻ വേഴ്സസ് വിക്ക് അതൊരു നല്ലൊരു ഫൈറ്റ് ആയിരിക്കും, ഉറപ്പാണ്. കാരണം ചെല്ലാ നോക്ക്, വിക്ക് നോക്ക്. RR മാത്രം നമ്മളിപ്പോൾ നോക്കേണ്ടത് RRലേക്ക് മാത്രമാണ്. കാരണം ബാക്കി 2 പേര് നോക്കാണ്. വിക്കിനെ റിവൈവ് ചെയ്യുന്നൊരു കാഴ്ച. ചെല്ലയുടെ കില്ലെടുക്കുന്നു. ഇനി വിക്കും RRും കോമ്പിനേഷൻ നമ്മൾ ഫസ്റ്റ് മാച്ച് കണ്ടതാണ്. പക്ഷേ ഇവരുടെ അടുത്ത് തന്നെ സേഫായിട്ട് കിരോട്ടോ കളിക്കുന്നു. ഇവർ GoFortix ഇവരുടെ അടുത്ത് തന്നെ ഉണ്ട്. വിക്കും RRും കൂടി കാർ എടുത്ത് പോകുന്നു. അവർ ചെന്ന് കയറുന്നത് ഏരിയ 51 അടുത്തേ കാണുന്ന ഒരു സംശയം. ഏരിയ 51 വരെ കില്ലൊന്നും എടുത്തിട്ടില്ല, അവർ സേഫായിട്ട് കളിക്കുന്നു. അവരുടെ അടുത്ത് തന്നെ വേറെ കുറേ ടീമുകളുണ്ട്. നമുക്ക് ഇവിടേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ആരൊക്കെയോ അടിക്കുന്നു. അത് ഇവരെയാണ് അടിക്കുന്നത്. ഏരിയ 51 ആണ്. RR വിക്കും കയറി നമ്മൾ പറഞ്ഞാണ്. സിന്ന് അരവിന്ദ് ബിഫോക്സിനെ അടിക്കുന്നു. അരവിന്ദ് ബിഫോക്സിന് 13 ആണ്. അത് RR നല്ല അടി കിട്ടുന്നു. അരവിന്ദ് ബിഫോക്സിനെ സിൻ അടിക്കുന്ന ഒരു കാഴ്ച. സിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഗൈസ് നമ്മൾ മാക്സിമം ഏരിയയിലാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഏരിയയിലും പക്ഷേ എന്നാലും നല്ലതായിട്ട് കിട്ടുന്നില്ല. പ്രൊഫസറിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ
Go46 സിൻ മോളിൽ നിന്ന് അടിക്കുന്നത്. പക്ഷേ അവർക്ക് വേറെ ടീമുകളൊക്കെ സിന്ന് ജസ്റ്റ് സോണോട്ടാണ്. പക്ഷേ ടോപ്പ് 7 ടീംസാണ് ഗൈസ്. നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ മാപ്പ് നോക്കുകയാണെങ്കിൽ Go46 സ്ലെയർ 5 കില്ലുമായിട്ട് ഇന്ന് മുന്നേറുന്നു. മിയാബായ് 4 കില്ല്. സെയിം ടൈം MRRR 4 കില്ലുമായിട്ട് നല്ല രീതിയിൽ കളിക്കുന്നു. നമുക്കറിയാം Go46 ലാസ്റ്റ് വരെ 4 പേര് എത്തിക്കഴിഞ്ഞാൽ അവർ ഒരു നല്ലൊരു ടീം തന്നെയാണ്. 4 പേരോട്ടാണ് കളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അവർക്ക് തന്നെ ഉണ്ട്. മിയാബായ് അത് അമൽ ജോബി അടിച്ചിട്ടിരിക്കുകയാണ്. നമുക്കറിയാം മിയാബായ് സ്നൈപ്പ് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയറാണ്. അമൽ ജോബി നമ്മളുടെ ഏരിയ 51 പ്ലെയറാണ്. അവിടേക്ക് തന്നെ നമ്മുടെ MR വിക്കോ ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നല്ലൊരു ഫൈറ്റ് നടക്കാനുള്ള ചാൻസ് ഉണ്ട് ഗൈസ്. ഞാൻ എൻ്റെ സൗണ്ടൊക്കെ സേവ് ചെയ്ത് കാരണം നല്ലൊരു ഫൈറ്റ് തന്നെ നടക്കും. അമൽ ജോബി ഇവരെല്ലാവരും തൊട്ടടുത്ത വീടുകളുണ്ട്. നമ്മൾ കണ്ടാണ് നേരത്തെ ബ്ലാക്ക് ഫോക്സ് അപ്പുറത്തെ വീട്ടിൽ 2 പേരുണ്ട്. 4 പേരും നമ്മളുടെ ഏരിയ 51 ഒരു ഇതാണ്. ഡെമിഗോഡിൻ്റെയും ബ്ലാക്ക് ഫോക്സിൻ്റെ ഇടയ്ക്ക് റിച്ചു ജോസിനെ ഫ്ലെയിം എറിഞ്ഞിട്ട് ഡെമിഗോഡ് ഇതാക്കിയിരിക്കുകയാണ്, നോക്കാക്കിയിരിക്കുകയാണ്. നമ്മളുടെ കിരോട്ടോയും ബ്ലാക്ക് ഫോക്സും കൂടി ചേർന്ന് നമ്മളുടെ വിന്നിൻ്റെ ടീമായ ഏരിയ 51 വളഞ്ഞിരിക്കുകയാണ്. അതായത് ഇവർ തമ്മിൽ കാണുന്നില്ല, ബ്ലാക്ക് ഫോക്സും നമ്മുടെ കിരോട്ടോയും തമ്മിൽ കാണുന്നില്ല. പക്ഷേങ്കിൽ ഇവർ ഏരിയ 51 വളഞ്ഞിട്ടടിക്കുന്നു. വിന്നി നല്ല രീതിയിൽ അടിക്കുന്നു. നമുക്ക് പക്ഷേ എന്നാലും വിന്നിയിലോട്ടൊന്ന് പോകാം. വിന്നി ഇവിടെ എന്ത് ചെയ്യും? കാരണം വിന്നിയുടെ ഒരു പെർഫോമൻസ് ഇവിടെ എടുത്തു പറയേണ്ട ഒന്നാണ്. വിന്നി ആയിരിക്കും ചിലപ്പം ഇവിടെ ആരെ അടിക്കണം തീരുമാനിക്കുന്നത്. വിക്കിനെ കാണുന്നു. വിക്കിനെ നോക്ക് ചെയ്യുന്നു വിന്നി. വിന്നിക്ക് പക്ഷേ ഒരു വിക്കിൻ്റെ ഒരു നേട് വിന്നിക്ക് വന്നായിരുന്നു. പക്ഷേങ്കിൽ നോക്ക് ചെയ്യുന്നു നമ്മൾ. പക്ഷേ അമൽ ജോബി റിവൈവ് എടുക്കുന്നുണ്ട്. പക്ഷേ വിക്കിൻ്റെയും റിവൈവ് ചെയ്യുന്നു. നല്ലൊരു ഫൈറ്റിനെ കാണാം. വിക്കിനെ നേടി ചിലപ്പം വിന്നി കണ്ടു കാണില്ല. മിയാബായ് വീണ്ടും അതാ ആഷിൻ അനിലിനെ അടിക്കുന്നു. Go46 നൈസായിട്ട് സ്നൈപ്പ് ചെയ്ത് കളിക്കുന്നു അവിടെ നിന്ന്. അമൽ ജോബി ഓൾറെഡി നമ്മൾ വിന്നിയെ റിവൈവ് ചെയ്യായിരുന്നു. ഇനിയിപ്പോൾ ആഷിനെ വന്ന് റിവൈവ് ചെയ്യണം. ആ അവസ്ഥയാണ്. കാരണം എല്ലാ ടീമുകളും തമ്മിൽ നല്ലൊരു ഫൈറ്റ്. വിന്നി അതാ ഒരു നല്ല അടി അടിക്കുന്നു. വിന്നി റിവൈവ് ആയി പോയിട്ട് നമ്മൾ വിക്കിനെ വിന്നി അടിച്ചിരിക്കുകയാണ്. ഇന്ന് വിന്നി ഈ മാച്ച് നിർണ്ണയിക്കുമ്പോൾ നമുക്ക് കാണാം. ഗോഡ്സണിന് വിന്നിയെ നൈസായിട്ട് കാണാൻ തോന്നുന്നു. ആ ഒരു പൊസിഷൻ നമുക്കറിയില്ല. നമുക്ക് ഗൈസ് 6 ടീമുകൾ മാത്രം ബാക്കി. ഇവിടെ എന്ത് സംഭവിക്കാം? നമ്മൾ ടീം ലിസ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗോഡ്സണിൻ്റെ 3 പേര്. അത് മിയാബായ് വീണ്ടും അടിക്കുന്നു. മിയാബായ് ഇന്നും ഒരു നല്ല കളി ഇവിടെ കളിക്കുകയാണ്. മിയാബായ് അമൽ ജോബി അങ്ങ് തീർത്തിരിക്കുകയാണ്. ഇനി ആഷിനും വിന്നിയും കൂടെ മാത്രമേ ഉള്ളൂ. മിയാബായ് അങ്ങോട്ട് ഫ്ലെയിം കൂടി ഇട്ടിരിക്കുകയാണ്. Go46 4 പേരും 12 കിലോ. അമൽ ജോബി ജസ്റ്റാണ് മിയാബായ്ക്ക് മിസ്സായത്. നല്ല രീതിയിലാണ് മിയാബായ് ഇന്ന് കളിക്കുന്നത്. ഗോഡ്സൺ ഒരു ടീമിനെ അടിച്ചിട്ട് അപ്പുറത്തെ ടീമിനെ അടിക്കാൻ വേണ്ടി പോകുന്നു മിയാബായ്. അപ്പോഴത്തേക്ക് പുറകിൽ നിന്ന് അടി കിട്ടി. അതാ കിരോട്ടോനെ നോക്കിയിരിക്കുന്നത്. എത്ര ടീമിനെയാണ് ഒരാൾ തന്നെ ഇവിടെ നോക്കിയിരിക്കുന്നതെന്ന് അറിയില്ല. കാരണം Go46 ഏകദേശം സാൻഡ്വിച്ച് ആയ മട്ടാണ്. കാരണം ഇല്യാസ് അറ്റ് ദ സെയിം ടൈം അടിക്കുന്നു. ഗോഡ്സെൻ്റുമായിട്ടാണ് ഇല്യാസ് അടിക്കുന്നത്. ഇല്യാസ് ചെറിയൊരു കവറുണ്ട്. പക്ഷേ നൈസായിട്ട് ലൈഫ് പോയിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു കവറുണ്ട്. നൈസായിട്ട് അവിടെ കിടന്ന് കവർ എടുക്കുന്നു ഇല്യാസ്. അതാ മിയാബായ് നേടിയിട്ടിട്ട് MR സൂമിനെ തീർത്തിരിക്കുകയാണ്. അത് അങ്ങോട്ട് ഫ്ലെയിമും എന്തൊക്കെയാണെന്ന് അറിയത്തില്ല ചെയ്യുന്നത്. കാരണം നമുക്കതിനെ ഒന്നും മനസ്സിലാകുന്നില്ല. നമുക്ക് ഇങ്ങനെയൊന്നും ഒന്നും മനസ്സിലാകുന്നില്ല. വല്ല ഏരിയയിലും പോയി നോക്കാം. Go46 എന്തൊക്കെയോ ആരെയൊക്കെയോ അടിക്കുന്നു. അതാണ് ഇവിടെ കാണുന്നത്. കാരണം Go46 ചുറ്റും ടീമാണ്. Go46 സറൗണ്ട് ആയിരിക്കുകയാണ്. പക്ഷേ അവർക്ക് ആരെയൊക്കെ അടിക്കുന്നുണ്ട്. ഒന്നും മനസ്സിലാകുന്നില്ല കേസ് ഇന്നത്തെ ഒരവസ്ഥ. കാരണം ഫുൾ വീഡിയോകളാണ്. ആരൊക്കെ എവിടെയെന്ന് പോലും മനസ്സിലാകുന്നില്ല. മിയാബായും ഗോസ്ലെയറും കൂടെ പോകുന്നുണ്ട്. ഡെമിഗോഡിനെ അടിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഡെമിഗോഡിനെ തീർത്തിരിക്കുകയാണ്. 5 ടീമുകൾ. കിരോട്ടോ തീർന്നിരിക്കുകയാണ്. 5 ടീമുകൾ മാത്രമേ ഉള്ളൂ. ഇനിയും 22 Go46 അടിക്കുന്നു. സ്ലെയറും ഉണ്ട്, മിയാബായി ഉണ്ട്. പക്ഷെങ്കിൽ AK47 ഗെയിമർ ഇല്യാസ് മാറിയാണ്. സിന്നുണ്ട് ഇവിടെ. എലൈറ്റിൻ്റെ ടീം ഉണ്ട്. ഗോഡ്സെൻ്റ് കുറച്ച് മാറി നിൽപ്പുണ്ട്. സിന്ന് എലൈറ്റിനെ അടിക്കുന്നു. നമ്മൾ പറഞ്ഞ പോലെ എലൈറ്റിനെ വെക്കാടി അടിക്കുന്നു. ഹണ്ടർ ഉണ്ട്. ഇല്യാസ് സിന്നിൻ്റെ വീട്ടിലേക്ക് വരുന്നു. സ്ലെയറും അങ്ങോട്ട് തന്നെ വരുന്നു. Go46 കാണാം. സ്ലെയർ ജസ്റ്റ് രക്ഷപ്പെട്ടിരിക്കുകയാണ്. സ്ലെയർ നോക്ക് ആയിട്ടുണ്ട്. സ്ലെയറിനെ റിവൈവ് ചെയ്യാൻ വേണ്ടി ഇല്യാസ് വന്നിരിക്കുകയാണ്. മിയാബായ് 6 കില്ലെടുത്താണ് നിൽക്കുന്നത്. മിയാബായ് AK47 ഗെയിമർ വേറെ എവിടെയാണ് അടിക്കുന്നത്. നല്ലൊരു കളി. 4 ടീമുകൾ മാത്രം ഗൈസ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോഡ്സെൻ്റ് ഒരു സോണിൻ്റെ അറ്റത്ത് നൈസായിട്ട് നിൽപ്പുണ്ട്. 22 നമ്മളുടെ വിന്നിയുടെ ടീം ഏരിയ 51 നൈസായിട്ട് നിൽപ്പുണ്ട്. അവരുടെ അടുത്ത് തന്നെ ഇനി എലൈറ്റും ഉണ്ട്. അപ്പോൾ സിന്ന് വൈപ്പായിട്ടുണ്ട്. ഇനി എലൈറ്റും Go46 നമുക്ക് ആരെയാണ് നോക്കേണ്ടത് സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലാവുന്നില്ല. ആഷിയാനിൽ അതായത് നമ്മുടെ വിന്നിയുടെ ടീമിൽ ഒരാളെ കൂടെ ഗോഡ്സെൻ്റ് നൈസായിട്ട് അവിടെ നിന്ന് അങ്ങ് അടിക്കുകയാണ് കേട്ടോ. 3 പേര് നൈസായിട്ട് നിന്ന് അങ്ങ് അടിക്കുകയാണ്. അവിടുന്ന് വിന്നിയൊക്കെയാണ് അടിക്കുന്നത്.
3 ടീമുകൾ, അതായത് എലൈറ്റ് തീർന്നിരിക്കുകയാണ്. ഇല്യാസ് ആ കില്ല് കൊണ്ടുപോയി. ഇപ്പോൾ Go46ഉം ഗോഡ്സെൻറ്റും നമ്മുടെ ഏരിയ 51 കൂടെ ലാസ്റ്റ് 3 വന്നിരിക്കുകയാണ് ഗൈസ്. Go46 4 പേരുണ്ട്, നമ്പർ അഡ്വാൻറ്റേജ് ഉണ്ട്. 3 പേരാണ് അപ്പുറത്ത് ഗോഡ്സെൻറ്റിലുള്ളത്, 2 പേര് നമ്മളുടെ ഏരിയ 51. നമുക്കിപ്പം എങ്ങോട്ട് പോകണമെന്ന് പോലും മനസ്സിലാകാത്തൊരവസ്ഥ. നമുക്ക് Go46 നിൽക്കാം. അവർ ഗോഡ്സെൻറ്റിനെ നോക്കിയാണ് തൽക്കാലം നിൽക്കുന്നത്. അവർക്ക് ഏകദേശം പൊസിഷൻ മനസ്സിലായിട്ടുണ്ട്. 4 പേര് ഒരുമിച്ച് തന്നെ അങ്ങോട്ട് പുഷ് ചെയ്യാണ്. AK47 ഗെയിമർ ബാക്കിൽ നിന്നാണ് നോക്കുന്നു. ഗോഡ്സെൻറ്റ് വേഴ്സസ് Go47 കളിക്കുന്നു. പക്ഷെ അവിടേക്ക് ഏരിയ 51 വരാനുള്ളൊരു ചാൻസ് അതും Go46 നോക്കുന്നുണ്ട്. ഇല്യാസിന് നല്ലൊരു അടി കിട്ടുന്നു. ഇല്യാസ് ഒരു കവർ എടുത്തിട്ടുണ്ട്. ഇല്യാസിന് നല്ല അടി കിട്ടുന്നുണ്ട്, പക്ഷേ ഇല്യാസ് കവറിലാണ്, ലൈഫ് എടുക്കുകയാണ്. സ്ലെയറും ബാക്കി നമുക്കൊന്നും മനസ്സിലാകുന്നില്ല കേസ്. കോഡി ബാങ്ക്സ് വിന്നിയെ തീർത്തിരിക്കുകയാണ്. തീർത്തല്ല, നോക്കായി. വിന്നിയ അടുത്ത് തന്നെ ആഷിന് നിപ്പുണ്ട്. ഇല്യാസ് Go46 അടിക്കുന്ന ഒരു കാഴ്ച. ഇവിടേക്ക് നേടൊക്കെ അവർ കോഡി ബാങ്ക്സ് ആണെന്ന് ഇങ്ങോട്ട് നല്ല നേടൊക്കെ ഇടുന്നുണ്ട്. സ്ലെയർ പ്ലേ സോണിൽ തീർന്നിരിക്കുന്ന ഒരു കാഴ്ച. Go46 സ്ലെയറിനെ രക്ഷിക്കാൻ വേണ്ടി AK47 ഗെയിമർ പോകുന്നൊരു കാഴ്ച. അത് ആഷി കോഡി ബാങ്ക്സിനെ അടിച്ചിട്ടുണ്ട്. അവസാനം കോഡി ബാങ്ക്സ് ഇങ്ങോട്ട് വന്ന് അടി വാങ്ങിക്കുമായിരുന്നു. അതാ ഇല്യാസ് ഗോഡ്സെൻറ്റ് ലോജിക്സിനെ അടിച്ചിട്ടുണ്ട്. ഇനി ലൈറ്റ്നിങ് മാത്രമേ ഉള്ളൂ. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ മിയാബായുടെ ഒരു പൊസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മിയാബായി പതിവില്ലാതെ കിടക്കുകയാണ്. അവർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് പൊസിഷൻ. ഗോഡ്സെൻറ്റ് ലോജിക്സ് പ്ലേ സോണിൽ ഇതാകുന്നൊരു കാഴ്ച. അത് അവിടെ നമ്മൾ 3 ടീംസ് തന്നെയുണ്ട്. സ്ലെയറിനെ അടിച്ചിട്ടിരിക്കുകയാണ് ഏരിയ 51 പ്ലേയേഴ്സ്. ഇവിടെ എപ്പോഴും നോക്കാണ്. ഇല്യാസ് ലൈറ്റ്നിങ്ങിനെ തീർത്തു. ടോപ്പ് 2 ടീംസ് ഏരിയ 51 ആൻഡ് Go46. ഏരിയ 51ഉം Go46 മാത്രം ഇവിടെ. ഇവർക്ക് ലൈഫ് കുറവാണ്. ഏരിയ 51 നമ്മുടെ വിന്നിയാണ്. ഗെയിമർ അങ്ങോട്ട് റഷ് ചെയ്യുന്നു. മാച്ച് തീർന്നിരിക്കുകയാണ്, ഒന്നും പറയില്ല. AK47 ഗെയിമർ ലാസ്റ്റ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഇന്നും ചിക്കനിന് അടിച്ചിരിക്കുന്നത് Go46 തന്നെയാണ്. അതിൽ മാറ്റമൊന്നും വരുന്നില്ല. വളരെ മികച്ച രീതിയിൽ കളിക്കുന്നു. 7 കില്ലാണ് മിയാബായി എടുക്കുന്നത്. ഇല്യാസും സ്ലെയറും 6 കില്ല്. ഗെയിമർ AK47 ഗെയിമർ 3 കില്ലുമായിട്ട് നമുക്ക് ഇന്ന് വീണ്ടും ഒരിക്കൽ കൂടി Go46 22 കില്ലുമായിട്ട് അവർ വീണ്ടും ഫസ്റ്റ് എത്തിയിട്ടുണ്ട്. സെക്കൻഡ് എത്തിയിരിക്കുന്നത് ഏരിയ 51 ആണ്, 2 കില്ലുമായിട്ട്. അവർ അവസാനം വരെ എത്തി, പക്ഷെ അവർക്ക് എപ്പോഴും 2 പേര് മാത്രമേ ശേഷിച്ചുള്ളൂ. അപ്പോൾ അവരെപ്പോഴും ഒരാൾ നോക്കാവുക, റിവൈവ് ചെയ്യുക, അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു. പക്ഷേങ്കിൽ അവർ സെക്കൻഡ് എത്തിയിട്ടുണ്ട്. തേർഡ് എത്തിയിരിക്കുന്നത് ഗോഡ്സെൻ്റ് ആണ്. ലോജിക്സ് 3 കില്ല്, ലൈറ്റ്നിങ് 3 കില്ല്, കോഡി ബാങ്ക്സ് 2 കില്ല്, അങ്ങനെ 8 കില്ലുമായിട്ട് തേർഡ് എത്തിയിട്ടുണ്ട്. ഫോർത്ത് എത്തിയിരിക്കുന്നത് എലൈറ്റിൻ്റെ ടീം 1 ആണ്. എടുത്തു പറയേണ്ട പെർഫോമൻസ് ഹണ്ടർ ആണ്. 5 കില്ലാണ് ഹണ്ടർ എടുത്തത്. ഹണ്ടർ അവസാനം വരെ നല്ല രീതിയിൽ കളിച്ചു. എടുത്തു പറയേണ്ട പെർഫോമൻസ് ആണ്. അപ്പം 5 കില്ലാണ് ഹണ്ടർ എടുത്തിരിക്കുന്നത്. സ്പൈഡർ 3 കില്ല്, ബെക്കാഡി 3 കില്ല്, ടോം 2 കില്ല്, അങ്ങനെ 13 കില്ലുമായിട്ട് 4ാമത് എത്തിയിട്ടുണ്ട് എലൈറ്റിൻ്റെ ടീം 1. പിന്നെ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് 5th സിന്നാണ്. സിന്ന് 3 കില്ലാണ് എടുത്തിരിക്കുന്നത്. അസറൽ അതാ മാത്രമുള്ളവർക്ക് കില്ല്. 6ാമത് എത്തിയിരിക്കുന്നത് കിരോട്ടോ ആണ്. ഡെമിഗോഡ് 3 കില്ല് എടുത്തിട്ടുണ്ട്. സൂം 1 കില്ല്, അരവിന്ദ് 1 കില്ല്. 7ാമത് എത്തിയിരിക്കുന്നത് ബ്ലാക്ക് ഫോക്സ് ആണ്. RR 4 കില്ല്, വിക്ക് 2 കില്ല്, ചെല്ല 3 കില്ല്. എക്സൗട്ട് കില്ലൊന്നും ഇല്ലാതെ തന്നെ 8ാമത് എത്തിയിട്ടുണ്ട്. 9ാമത് ഹൂനികനാണ്. ടോപ്പ് ബോയ്ക്ക് 2 കില്ലുണ്ട്. 10ാമത് തറവാടാണ്. ഷാഡോയ്ക്ക് 2 കില്ലുണ്ട്. 11ാമത് എലൈറ്റിൻ്റെ ടീം 2 ആണ്. അവർക്ക് മൊത്തം 4 കില്ലുണ്ട്. 2 കില്ലുമായിട്ട് മാർട്ടിൻ ജേക്കെ, ജോക്കറും ടേഗർ ഓരോ കില്ല്. 12ാമത് ദാവൂദാണ്, കില്ലൊന്നുമില്ല. 13ാമത് ഓർട്ടോൺസ് ആണ്, കില്ലൊന്നുമില്ല. 14ാമത് TL4 ആണ്, കില്ലൊന്നുമില്ല. 15 റോയൽ ഡിമോൺസ് ആണ്, അവർക്കും കില്ലൊന്നുമില്ല. 16ാമത് NGT ആണ്, അവർക്ക് 4 കില്ലുണ്ട്. വെയിൻ 2 കില്ല്, സൈനൈഡും ബോയ്ക്കും ഓരോ കില്ല്. 17ാമത് നമ്മളുടെ ബ്ലിറ്റ്സ് ആണ്, അവർ കില്ലുകളൊന്നും തന്നെ ഇല്ല. 18ാമത് ഡാർക്ക് ഹോഴ്സ് ആണ്, 3 കില്ലുണ്ട്. 19ാമത് നമ്മളുടെ ഡിയോക്സിസ് ആണ്, കില്ലൊന്നും തന്നെ ഇല്ല. 20 കാവാലമാണ്. കാവാലം ഇന്ന് ഒന്നും അവർക്ക് അടിക്കാൻ പറ്റിയില്ല, കാരണം ആദ്യം തന്നെ ബ്ലാക്ക് ഫോക്സോട്ടൊരു ഫൈറ്റ് എടുത്തവർ. അപ്പോൾ അവർക്ക് ആകാശിന് 1 കില്ലുണ്ട്. നമ്മളുടെ കണ്ടതാണ്, ബ്ലാക്ക് ഫോക്സിലെ ഒരു പ്ലെയറിനെ തീർത്തായിരുന്നു, ഹെക്ടറിനെ ആദ്യം തന്നെ കാവാല ആകാശ് തീർത്തായിരുന്നു. ആ ഒരു കില്ല് മാത്രമേ ഉള്ളൂ അവർക്ക്.
ഒരു കില്ലുമായിട്ട് 20ാമതാണ് ഇന്ന് കാവാലം. 21ാമത് വാർബോട്ടാണ്, കില്ലൊന്നുമില്ല. 22ാമത് റിട്ടിക്സ് ആണ്, കില്ലൊന്നുമില്ല. അതാണ് ഇന്നത്തെ വിശേഷം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീണ്ടും ഒരു നല്ല മാച്ച് എടുത്തു പറയേണ്ട ടോപ്പ് പെർഫോമൻസ് വീണ്ടും ഒരിക്കൽ കൂടി മിയാബായി ആണ് 7 കില്ല്, സ്ലെയറും ഇല്യാസും നല്ലൊരു സപ്പോർട്ട് 6 കില്ലുമായിട്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ഹണ്ടറാണ്, എലൈറ്റ് ടീം 1ൻ്റെ ഹണ്ടർ 5 കില്ല്. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഗൈസ്. അപ്പോൾ നമുക്ക് വീണ്ടും ചിക്കണിൽ അടിച്ചിരിക്കുന്ന Go46 ആണ്. അവരുടെ പോയിൻറ്റ്സ് ടേബിൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏകദേശം നല്ലൊരു മാർജിനിൽ അവർ ഈ സീസണിലെ ലാസ്റ്റ് മത്സരം നാളെയാണ്. അപ്പോൾ നാളത്തേക്ക് അവർക്ക് നല്ലൊരു പോയിൻറ്റ് മാർജിൻ തന്നെ എത്തിയിട്ടുണ്ട്. കാരണം 22 കിൽ പോയിൻറ്റും 20 പ്ലേസ്മെൻറ്റ് പോയിൻറ്റുമായിട്ട് 42 പോയിൻ്റാണ് അവർ ഇവിടുന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് നാളെ അവരെ എത്തിപ്പിടിക്കാൻ ഒരു ടീമിന് സാധിക്കുമോ എന്ന് തന്നെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. കാരണം അവർ ലാസ്റ്റ് ഒരു മാച്ച് ബാക്കി നിൽക്കുക, വീണ്ടും ഒരു സീസണും കൂടി അവർക്ക് 4ാമത് അടുപ്പിച്ച് സീസൺ നേടാൻ പറ്റുമെന്നുള്ള രീതിയിലാണ് Go46 ചെയ്യുന്നത്. ഇപ്പോൾ കൺഗ്രാജുലേഷൻസ് Go46. സെക്കൻഡ് എത്തിയത് ഏരിയ 51 ആണ്, അവർക്കും കൺഗ്രാജുലേഷൻ. തേർഡ് എത്തിയിരിക്കുന്നത് നമ്മളുടെ ഗോഡ്സൺ ആണ്. അവർക്കും വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഗോഡ്സൻ്റെ കളിച്ചത്. ലാസ്റ്റൊക്കെ അവർക്ക് എനിക്ക് തോന്നുന്നു ചിക്കൻ്റെ അടിക്കാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു ഗോഡ്സൻ്റെ, കാരണം അവരൊരു നല്ല പൊസിഷനിലായിരുന്നു. പക്ഷേ അവർക്ക് വിന്നയുടെ സൈഡിൽ നിന്ന് അടി കിട്ടി, അതായത് ഏരിയ 51 നിന്ന് അടി കിട്ടി, ദ സെയിം ടൈം Go46 അടി കിട്ടി. കാരണം വളരെ നല്ല രീതിയിൽ കളിച്ചു. അവർക്ക് 8 കില്ലുണ്ടെങ്കിൽ അവർക്ക് തേർഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ കൺഗ്രാജുലേഷൻ ടു ഓൾ ദ ടീംസ് ഹു പ്ലേഡ്. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും ഒരു സ്പെക്കുമായിട്ട് കാണാം എന്ന് പറയുന്നില്ല. നാളെ ഞാനോ അല്ലെങ്കിൽ ജിയ മച്ചാനോ സ്പെക്കുമായിട്ട് വരുന്നതാണ്. അപ്പം ഗൈസ് കീപ് സപ്പോർട്ടിങ്, പറഞ്ഞ് മറക്കണ്ട. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് പേജും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബും ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി കാണാമെന്നുള്ള വിശ്വാസത്തോടെ ദിസ് ഈസ് നിജോ സൈനിങ് ഔട്ട്. ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.